പിറ്റേന്ന് സ്കൂളിൽ ലൈബ്രറി പീരീഡ്. ലൈബ്രറി മൃദുലമായ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്നു. ആതിര ഒരു മേശപ്പുറത്ത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിശബ്ദരായ കാവൽക്കാരെ പോലെ നിൽക്കുന്ന പുസ്തകങ്ങളുടെ അലമാരകൾ. അവളുടെ കണ്ണുകൾ അവളുടെ മുമ്പിലെ ഒരു പുസ്തകത്തിൻ്റെ താളുകളിൽ ഉറപ്പിച്ചു. അവളുടെ ചുറ്റുമുള്ള വായു പറയാൻ പറ്റാത്തത്ര വേദനയോട് കൂടിയ വാക്കുകളാലും കനത്തതാണ്. അവളുടെ വികാരങ്ങളുടെ ഭാരം അവളെ തന്നെ ശ്വാസം മുട്ടിക്കുന്നു. ആതിര സ്വയം മന്ത്രിച്ചുകൊണ്ട് പറയുന്നു, എങ്കിലും അവർക്കെങ്ങനെ എന്നോട് ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞാൽ? അപ്പോഴേക്കും മീര അടുത്തു വരുന്നു. ആതിരയുടെ അരികിലേക്ക് വരുമ്പോൾ ഒരു ദുഃഖഭാവം അവൾ അണിയുന്നു. അവളുടെ കണ്ണുകൾ ഖേദത്താൽ നിറഞ്ഞു. മീര പറയുന്നു, ആതിര, നമുക്ക് സംസാരിക്കണം. ആതിര മുകളിലേക്ക് നോക്കുന്നു. അവളുടെ ഭാവം കാത്തു സൂക്ഷിച്ചു. പക്ഷേ അവൾ നിശബ്ദമായി തലകുനിക്കുന്നു. അവളുടെ ഹൃദയം പ്രതീക്ഷയാൽ ഭാരപ്പെട്ടു. മീര വിറയ്ക്കുന്ന ശബ്ദത്താൽ അവളോട് പറഞ്ഞു, ഞാൻ ഈയിടെയായി നമുക്കിടയിൽ കാര്യങ്ങൾ അത്ര നല്ലതല്ലെന്ന് എനിക്കറിയാം. പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. നിജിത്തിനെ കുറിച്ചാണ്. നിജിത്തിൻ്റെ പേര് പറയുമ്പോൾ ആതിരയുടെ വേദനയും ഭാരവും കൂടുന്നു. ആതിര ഇടറുന്ന ശബ്ദത്തോടെ പറഞ്ഞു, അവനെന്തു പറ്റി? മീരയുടെ വാക്കുകൾ തിടുക്കത്തിൽ പുറത്തേക്കൊഴുകുന്നു. ശരിയായ വാക്കുകൾ കണ്ടെത്താൻ അവൾ പാടുപെടുമ്പോൾ അവളുടെ ശബ്ദം ഒരു മന്ത്രിപ്പിന് മുകളിലാണ്. മീര ആശങ്കയോടെ പറഞ്ഞു, ആതിര, ഞാൻ കുറച്ച് നാളെ എനിക്കറിയാം ഞാനും നിജിത്തും ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെന്ന്. നീ എന്നോട് ക്ഷമിക്കണം. അത് സംഭവിക്കണമെന്ന് ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ അത് സംഭവിച്ചു. തൻ്റെ കീഴെ നിലം മാറിയതുപോലെ ആതിരയ്ക്ക് തോന്നുന്നു. സത്യത്തിൻ്റെയൊക്കെ കയ്പ് അവൾ അറിഞ്ഞു തുടങ്ങുന്നു. ആതിര പറയുന്നു, നീയും നിജിത്തും? മീര തലയാട്ടി. കുറ്റബോധവും പശ്ചാത്താപവും കലർന്ന ആതിരയുടെ പ്രതികരണം കാണുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മീര മെല്ലെ പറഞ്ഞു, എടാ, എനിക്കറിയാം. ഐ നോ ഇറ്റ്സ് നോട്ട് ആൻ എക്സ്ക്യൂസ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറയണമായിരുന്നു. ഐ നോ. പക്ഷേ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് പോകുമെന്ന് പേടിച്ചിട്ടാടാ. ഞാൻ അങ്ങനെ പേടിച്ചു പോയടാ. അതുകൊണ്ടാണ്. ഐ എം സോ സോറി. നീ എന്നോട് ക്ഷമിക്കും. എവിടെയോ സ്വയം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലാണ് ആതിര ഇപ്പോൾ. താൻ ഇത്രയും വിശ്വസിച്ചിരുന്നവർ തന്നെ ചതിച്ചെന്ന കാര്യം അവൾക്ക് എത്രയൊക്കെ ആയിട്ടും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ആതിരെങ്കിലും അവളോട് ചോദിക്കുന്നു, എങ്കിലും നിങ്ങൾക്കെങ്ങനെ കഴിഞ്ഞു? നിങ്ങൾ രണ്ടുപേരും എപ്പോൾ, എങ്ങനെ? എനിക്കറിയില്ല. മീര, നീ എൻ്റെ വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. നമ്മൾ 4 പേരും എല്ലാം ഷെയർ ചെയ്യുമായിരുന്നില്ലേ? നീ എന്താ ഇത്രയും വലിയൊരു കാര്യം പറയാത്തേ? എന്തിനാ ഇത്രയധികം എനിക്ക് പ്രതീക്ഷ തന്നേ? എന്തിനാ ഇത്രയധികം എൻ്റെ പ്രതീക്ഷകളെ വളരെ സമ്മതിച്ച്? അങ്ങനെ തനിക്ക് എന്ത് പറയണമെന്നറിയാമല്ലാതെ മീര അവിടെ നിന്നും പോയി. ആതിര തനിച്ചായി. ആതിരയുടെ അടുത്തേക്കപ്പോൾ നിവേദിയും എൽസയും സമീപിക്കുന്നു. അവളുടെ മുന്നിൽ ആതിരേനെ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ അവർക്ക് ആശങ്ക തോന്നി. നിവേദി ചോദിച്ചു, ആതിര, നമുക്ക് സംസാരിക്കണം. ആതിര അവരുടെ മുഖത്തേക്ക് നോക്കി, തൻ്റെ ഒറ്റ സുഹൃത്തുക്കളുടെ മുഖത്തേക്ക്. അവരിൽ താൻ സാന്ത്വനം കണ്ടെത്തി. എൽസ പറഞ്ഞു, ആതിര, മീരയും നിജിത്തിനെയും കുറിച്ച് ഞങ്ങൾക്കറിയാടാ. ഞങ്ങളും അത് ഇന്നലെ അറിഞ്ഞത്. പക്ഷേ അപ്പോഴേക്കും നീ ഇതെല്ലാം അറിഞ്ഞിരുന്നു. നിന്നോടിതൊക്കെ എങ്ങനെ പറയണമെന്നോർത്ത് ഞങ്ങൾ ഇരിക്കുമായിരുന്നു. അപ്പോഴേക്കും അവരുടെയും വാക്കുകളുടെ ഭാരം വേലിയേറ്റം പോലെ അവളുടെ മേൽ ആഞ്ഞടിക്കുമ്പോൾ ആതിരയുടെ ഹൃദയം കുതിച്ചുയരുന്നു. ആതിര പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞോ? നിവേദിയും എൽസയും ഒരു ഗൗരവത്തോടെയുള്ള നോട്ടം കൈമാറുന്നു. അവരുടെ ഭാവം അവരുടെ സുഹൃത്തിൻ്റെ വേദനയോട് സഹാനുഭൂതി തോന്നിയതാണ്. നിവേദി മെല്ലെ അവളോട് പറഞ്ഞു, ഞങ്ങൾ നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു ആതിര. എന്നാൽ ഞങ്ങൾക്ക് ഒട്ടും തന്നെ അറിയില്ലായിരുന്നു ആതിര. നിന്നോട് എങ്ങനെയത് ഞങ്ങൾ വന്ന് പറയുന്നേ? നീ സ്വയം അറിയുന്നവരെ എനിക്കറിയില്ല ആതിര. നിന്നെ ഞങ്ങൾക്കറിയാം. നീ എത്രത്തോളം വിഷമിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആതിര. അപ്പോൾ എൽസ പറഞ്ഞു, എന്നാൽ ഇപ്പോൾ അത് തുറന്നു വന്നതിനാൽ ഞങ്ങളിവിടെയുണ്ട്. നിന്നോടൊപ്പം ഞങ്ങളുണ്ട്. നീ എന്തിനാടാ പിന്നെ വിഷമിക്കുന്നത്? ആതിരയ്ക്ക് അവളുടെ ഉള്ളിലെ കെട്ടുപോയ പ്രകാശം അവർ വീണ്ടും തെളിയിച്ച പോലെ തോന്നി. തൻ്റെ ഈ ഒരു അവസ്ഥയിലും കൂടെ നിന്ന സുഹൃത്തുക്കളോട് ആതിരയ്ക്ക് വളരെയധികം നന്ദി തോന്നി. അവരോട് നന്ദി അറിയിച്ചു ആതിര.
നീയില്ലാതെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ആതിര എൽസയോടും നിവേദിയോടും പറഞ്ഞു. ലൈബ്രറിയുടെ സങ്കേതത്തിൽ അവർ ഒരുമിച്ചിരിക്കുമ്പോൾ ആതിര തൻ്റെ ഉറ്റ സുഹൃത്തുക്കളെ ആശ്വാസകരമായി ആലിംഗനത്തിൽ ആശ്വാസം കണ്ടെത്തുന്നു. അവളുടെ ഇരുണ്ട മണിക്കൂറുകളിൽ അവർ നൽകിയ അചഞ്ചലമായ പിന്തുണയ്ക്ക് അവൾ നന്ദി അറിയിക്കുന്നു. ഇതിനിടയിൽ മീര ഈ രംഗമൊന്ന് കണക്കുകൂട്ടൽ നോട്ടത്തോടെ വീക്ഷിക്കുന്നു. അവളുടെ വഞ്ചനയുടെ യഥാർത്ഥ ആഴം വെളിപ്പെടുത്താൻ അവളുടെ നിഷ്കളങ്കതയുടെ മുഖംമൂടി തെളിയിക്കുന്നു. മീര ഉള്ളിൽ ഒരു കള്ളച്ചിരിയോടെ പറയുന്നു, പാവം, നിഷ്കളങ്കയായ ആതിര, സോ ഇന്നസെൻറ്റ്. അവൾ ഒരിക്കലും ഇതൊന്നും പ്രതീക്ഷിച്ചു കാണില്ല. അവൻ എൻ്റെ അടി, നിനക്ക് വിട്ടുതരണോ? പിന്നെ ഞാൻ അവനെ തരില്ല. അവൻ എൻ്റെയാ, എൻ്റെ മാത്രം. അന്ന് വൈകുന്നേരം മീരയുടെ മങ്ങിയ വെളിച്ചമുള്ള കിടപ്പുമുറി. ചുവരുകളിൽ നിഴൽ വീഴ്ത്തുന്ന ടേബിൾ ലാമ്പിൻ്റെ മൃദുലമായ പ്രകാശം. മീര ഡയറി എഴുതുകയാണ്. അവളുടെ പേന ഡയറിയിൽ രോഷത്തോടെ എഴുതി തുടങ്ങുന്നു. മീര അവളിങ്ങനെ എഴുതി തുടങ്ങുന്നു. ഡിയർ ഡയറി, ഈ രാത്രി പുറത്തുള്ള ലോകം അജ്ഞതയിൽ ഉറങ്ങുമ്പോൾ എൻ്റെ സ്വന്തം വഞ്ചനയുടെ പ്രതിധ്വനികൾ കൊണ്ട് ഞാൻ തനിച്ചാകുന്നു. വളരെ കാലമായി എൻ്റെ ആത്മാവിനെ ഭാരപ്പെടുത്തുന്ന സത്യം ഏറ്റുപറയാനുള്ള സമയമാണിത്. അവൾ ആതിരയോട് ഇങ്ങനെ പെരുമാറാൻ നയിച്ച സംഭവങ്ങൾ ഓർക്കുമ്പോൾ മേരിയുടെ കൈ ചെറുതായി വിറയ്ക്കുന്നു. അവളുടെ ഹൃദയം ആഗ്രഹത്തിനും കുറ്റബോധത്തിനുമിടയിൽ പിരിഞ്ഞു. മീര എഴുതുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ നിജിത്ത്, അവനെ വിട്ടുകൊടുക്കാനും എനിക്ക് തോന്നിയില്ല. അവനെ കണ്ട നിമിഷം മുതൽ എൻ്റെ ഉള്ളിൽ അവൻ മാത്രമേ ഉള്ളൂ. അവനെ നേടിയെടുക്കണമെന്ന അതിയായ ആഗ്രഹം മാത്രമായിരുന്നു എനിക്ക്. അവൻ ഒരു തീജ്വാല പോലെയായിരുന്നു, ജ്വലിക്കുന്നതും ഒരു ആകർഷണീയതയും എന്നെ അവനിലേക്ക് അടുപ്പിച്ചു. മീരയുടെ പേന ഒരു നിമിഷം നിർത്തുന്നു. നിജിത്തിനോടുള്ള അവളുടെ അഭിനിവേശത്തിൻ്റെ ഓർമ്മകൾ അവളുടെ മനസ്സിൽ വിരഹവും പശ്ചാത്താപവും കലർത്തി. അവൾ വീണ്ടും എഴുതി. പിന്നെ ആതിര, മധുരം, നിഷ്കളങ്കയായ ആതിര, നിജിത്തിനെ മുഴുവൻ ഹൃദയം കൊണ്ട് സ്നേഹിച്ച ആതിര. ഇരുട്ടിൽ ഒരു ദീപസ്തംഭം പോലെ അവനോടുള്ള അവളുടെ സ്നേഹം അവൾ അവനിലേക്ക് പകരുന്നത് ഞാൻ അരികിൽ നിന്ന് നോക്കി. മീരയുടെ കൈ പേനയ്ക്ക് ചുറ്റും മുറുകെ പിടിക്കുന്നു. നിജിത്തിൻ്റെ സ്നേഹം സ്വയം ഉറപ്പിക്കാൻ വേണ്ടി താൻ നടത്തിയ ദൈർഘ്യങ്ങളെ ഓർക്കുമ്പോൾ അവളുടെ കുറ്റബോധം അവളുടെ മനസാക്ഷിയെ കടിച്ചു കീറുന്നു. അവൾ എഴുതി. നിജിത്ത് എൻ്റെ സ്വന്തമാകണമെങ്കിൽ എത്രയും പെട്ടെന്ന് പ്രവർത്തിക്കണം. അവനിലുള്ള അവകാശം എനിക്ക് ഏറ്റെടുക്കണം. ഞാൻ വേഗം തന്നെ എന്തെങ്കിലും ചെയ്തെങ്കിലേ അങ്ങനെ നടക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ ആതിരയെ അവളുടെ നിഷ്കളങ്കതയിൽ കൊടുക്കാൻ നുണകളും ചതിയും ചേർന്ന് നെയ്ത് ഒരു പദ്ധതി ഞാൻ തയ്യാറാക്കി. നിജിത്ത് അവളുടെ വികാരങ്ങൾ തിരികെ നൽകി. അവരുടെ പ്രണയം വിധിക്കപ്പെട്ടതാണെന്ന് ഞാൻ അവളെ വിശ്വസിപ്പിച്ചു. മീരയുടെ പേന പേജുടനീളം അതിവേഗം നീങ്ങുന്നു. ഏറ്റുപറച്ചിലിൻ്റെയും ഖേദത്തിൻ്റെയും പ്രവാഹത്തിൽ വാക്കുകൾ ഒഴുകുന്നു. മീര എഴുതുന്നു. പക്ഷേ അതെല്ലാം കള്ളമായിരുന്നു. ആതിരയുടെ ആത്മാവ് തകർക്കാനും എൻ്റെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വഴിയൊരുക്കാനും രൂപകൽപ്പന ചെയ്ത ക്രൂരവും ഹൃദയശൂന്യവുമായ നുണ. ആതിരയുടെ വികാരങ്ങൾ ഞാൻ നിജിത്തിനോട് പറഞ്ഞു. അവനൊരിക്കലും പ്രതികരിക്കില്ല എന്ന് നന്നായി അറിയാം. എന്നിട്ടും എൻ്റെ സ്വാർത്ഥ മോഹങ്ങളാൽ അന്ധനായി. എന്തായാലും ഞാനത് ചെയ്തു. പേജിൻ്റെ അടിയിൽ അവളുടെ പേര് ഒപ്പിടുമ്പോൾ മീരയുടെ കൈ വിറയ്ക്കുന്നു. അവളുടെ പ്രവർത്തനങ്ങളുടെ ഭാരം ഒരു ഇരുമ്പാവരണം പോലെ അവളുടെ മേൽ അമർത്തുന്നു. മീര തുടരുന്നു. ഒരു ദിവസം ആതിര അവളുടെ മനസ്സിൽ ഞാൻ അവൾക്കുണ്ടാക്കിയ വേദനയ്ക്ക് എന്നോട് ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ അതുവരെ എൻ്റെ വഞ്ചനയുടെ അനന്തരഫലങ്ങളുമായി മല്ലിടാൻ ഞാൻ ആവേശിക്കുന്നു. എൻ്റെ സ്വന്തം പ്രേതങ്ങളാൽ വേട്ടയാടപ്പെടുന്നു. മീര അവളുടെ ഡയറി അടച്ച് വിളക്ക് കെടുത്തുന്നു. രാത്രിയുടെ ഇരുട്ട് അവൾക്ക് ചുറ്റും അടയുന്നു. അവളുടെ കുറ്റബോധമുള്ള ആത്മാവിനെ മുഴുവൻ വിഴുങ്ങുന്നു. എങ്കിലും പ്രണയം അവളെ തീർത്തും അന്ധയാക്കി കളഞ്ഞിരുന്നു. ആതിരയോട് തനിക്ക് വളരെയധികം സ്നേഹം മാത്രമേ ഉള്ളൂ, തെല്ലുപോലും വെറുപ്പില്ല. എങ്കിൽ പോലും നിജിത്തിനെ സ്വന്തമാക്കാൻ വേണ്ടി അവൾ ആതിരയോട് എന്ത് ക്രൂരതയും ചെയ്യുമെന്ന അവസ്ഥയിലായി. തന്നെ വേദനിപ്പിച്ചവരാലും താൻ വേദനിപ്പിച്ചവരാലും വേദനകൾ മാത്രം കഴിച്ചു കൂട്ടുന്ന കുറച്ച് സുഹൃത്ത് ബന്ധങ്ങൾ. അവയെ കാഴ്ചവെച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.